നേച്ചറിൽ പല ഷേപ്സ് ആൻഡ് പാറ്റേൺസ് ആണുള്ളത്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്താണ് ഫ്ലൂയിഡിക് ഡിസൈൻ. ഫ്ലൂയിഡിക് ഡിസൈൻ മെയിൻലി ഓട്ടോമൊബൈൽസിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഫ്ലൂയിഡിക് ആർക്കിടെക്ചർ വന്നിരിക്കുന്നത്. ഫ്ലൂയിഡിക് ആർക്കിടെക്ചർ ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ഇതിൻ്റെ ഒരു മേജർ എക്സ്പോണൻറ്റ് സാഹ ഹദീദ് ആയിരുന്നു. ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിളാണ് നാം ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. ഹായ് ആൻഡ് വെൽക്കം ടു മാസ്റ്റർ ക്രാഫ്റ്റ്. തലശ്ശേരിയിൽ കൊടിയേരിയിലാണ് ഇന്നത്തെ വീട് സ്ഥിതി ചെയ്യുന്നത്. അഗേഷ് ആൻഡ് സോണി അഗേഷിൻ്റെ ആർ നെസ്റ്റ് എന്ന വീടാണ് നാം ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. കണ്ണൂർ ബേസ്ഡ് അമേഷ് ഓഫ് ആകൃതി ഡിസൈൻസ് ആണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലൂയിഡിക് ഡിസൈനാണ് ഈ വീടിൻ്റെ എലിവേഷന് യൂസ് ചെയ്തിരിക്കുന്നത്. ഷാർപ്പ് കോർണേഴ്സൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ കർവ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഡിസൈൻ ഫിലോസഫിയുടെ ഒരു ഭാഗമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പാലറ്റാണ് ഈ വീടിൻ്റെ എലിവേഷന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ഈ എലിവേഷനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ കോമ്പൗണ്ട് വാളിന് ഗ്രില്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ മെസനൈൻ ഫ്ലോറിൻ്റെ താഴെയായിട്ടാണ് കാർ പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാർ പോർച്ചിന് ബീംസ് ഇല്ലാത്തതുകൊണ്ട് പാർക്ക് ചെയ്യാനും എടുക്കാനും വളരെ എളുപ്പമാണ്. ഈ വീട് ഇരിക്കുന്നത് 23 സെൻറ്റ് സ്ഥലത്താണ്. അതായത് ഫ്രണ്ടേജ് കുറച്ച് വീതി കൂടിയ ഒരവസ്ഥയിലാണ് പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഈ വീടിൻ്റെ നമുക്ക് മെയിൻ വ്യൂ കിട്ടുന്നത് ഒരു പ്രത്യേക ആംഗിളിൽ ഒരു കോർണറിലാണ് ഇതിൻ്റെ മൊത്തം വ്യൂ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൊതുവിൽ ഈ നാട്ടുമ്പുറത്തൊക്കെ കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ക്ലയൻറ്റ് ആദ്യം ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കണ്ടംപററി തന്നെ നമുക്കിപ്പോൾ ഒരുപാട് കണ്ടുമടുത്ത് തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഫ്ലൂയിഡിക് ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത്. മെയിൻ ഡോറിനെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി സൈഡിലായിട്ട് ഓർഗാനിക് പാറ്റേണിൽ ഒരു ഗ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിസിബിലിറ്റിക്ക് ഗ്ലാസ് പാനൽസ് ആണ് ഈ മെയിൻ ഡോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ വഴി അകത്തേക്ക് വരുമ്പോൾ ഒരു ഫോയർ സ്പേസ് ആണ് നാം കാണുന്നത്. ഈ ഫോയർ സ്പേസ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ നേരെ കാണുന്ന ഒരു ബ്രോൺസ് ബുദ്ധ സ്റ്റാച്ചു ആണ്. ഇതുകൊണ്ട് തന്നെ വളരെ ഒരു പീസ്ഫുൾ ഫീലാണ് ഇവിടെ കിട്ടുന്നത്. ഈ സ്റ്റാച്ചു ഇരിക്കുന്നിടം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പുറകിലത്തെ വാളിൽ ക്ലാഡിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാഡിംഗ് വർക്കിന് ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലൊരു ഷാൻഡലർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊരു ഗ്ലാസ് വാളും ടൈൽസിന് മൊസൈക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സ്കൈലൈറ്റ് വരാൻ വേണ്ടി CNC കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്പേസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വാളിൽ ഒരു യുണീക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഷൂ റാക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാളിൽ വേറൊരു ഫീച്ചറും കൂടെയുണ്ട്. ഈ വീടിൻ്റെ MEP കൺസൾട്ടൻറ്റ് ക്ലയൻറ്റ് തന്നെയാണ്. അതായത് ഇൻവേർട്ടർ, ബാറ്ററി, സ്റ്റെബിലൈസർ ഇതെല്ലാം ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് ഇതിനൊരു കൺട്രോൾ പാനലാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ലിഫ്റ്റും പേരൻസ് ബെഡ്റൂമും മെയ്ഡ് റൂമാണ് ഉള്ളത്.
പൊതുവായിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് എന്താണെന്ന് പറഞ്ഞാൽ പല ഫങ്ഷണൽ സ്പേസസ് തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് മാക്സിമം കോമൺ ഏരിയാസ് തമ്മിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. കളർ സ്കീം വൈറ്റ്, ബേജിഷ്, ഗ്രേയിഷ് അങ്ങനെയുള്ള വളരെ സപ്പിളായിട്ടുള്ള കളേഴ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഇൻറ്റീരിയർ ഡിസൈൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഫോയർ സ്പേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫോമൽ ലിവിങ് ഏരിയ. ഒരു സ്പേഷ്യസ് ഫോമൽ ലിവിങ് ഏരിയ ആണ് ഈ വീടിനുള്ളത്. വളരെ മിനിമലിസ്റ്റിക് സ്റ്റൈലിലാണ് ഈ ഫോമൽ ലിവിങ് ഏരിയ ഫേണിഷ് ചെയ്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്പ് സോഫ സെറ്റാണ് ഇവിടെ ഉള്ളത്. സട്ടിൽ കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓഫ് വൈറ്റ്, ഗ്രേ, അതേപോലെ പുറത്ത് കണ്ട ആ ഫ്ലൂയിഡിക് ഡിസൈൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇവിടെയും നമുക്ക് സീലിംഗിൽ കർവ്സ് കാണാം. ഒരു ഓപ്പൺ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിൾ റഗ് ആൻഡ് ടീപ്പോ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കോമൺ ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ടാണ് സ്റ്റെയർവേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർവേക്ക് ഒരു പാരാമെട്രിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കർവ് ഷേപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതും ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. മെസനൈൻ ഫ്ലോറിൽ ഒരു അപ്പർ ലിവിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് കാർ പോർച്ചിൻ്റെ മുകളിലായിട്ടുള്ള ഏരിയ ആണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ. ഈ ഫാമിലി ലിവിങ് ഏരിയയും വളരെ മിനിമലിസ്റ്റിക് സ്റ്റൈലിലാണ് ഫേണിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ഹൈറ്റിലായിട്ടാണ് ഈ ഫാമിലി ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു ഏരിയ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ വളരെ മിനിമലിസ്റ്റിക് സ്റ്റൈലിലാണ് ഇത് ഫേണിഷ് ചെയ്തിട്ടുള്ളത്. ഒരു എൽ ഷേപ്ഡ് വൈറ്റ് കളർ സോഫ, അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വൈറ്റ് റഗ് ആൻഡ് വൈറ്റ് ടീപ്പോ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് പ്രിഡോമിനൻ്റ്ലി വൈറ്റ്, ഗ്രേ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് വാളിന് ഗ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാൾ സ്പേസിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഫാമിലി പോർട്രേറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതേപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ലൈറ്റ് ഫിക്സറും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഫാമിലി ലിവിങ് ഏരിയയുടെ മെയിൻ ഡിസൈൻ എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൂജാ റൂമാണ്. ഈ പൂജാമുറിക്ക് ഒരു വൈറ്റ് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗണേശയാണ് ഉള്ളത്. ഈ ഗണേശ രാജസ്ഥാനിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ ഈ ഏരിയ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഇവിടെ ഒരു ലൈറ്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. ഒരു സിമ്പിൾ വൈറ്റ് തീമാണ് ഈ ഡൈനിങ് സ്പേസിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത്. ഡൈനിങ് ഏരിയ ഓവർലുക്ക് ചെയ്യുന്ന പേഷ്യോയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പേഷ്യോയുടെ വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ ഗ്ലാസ് വാൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷന് ഹാർഡ് വുഡ് MTF ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിലൊരു AC ആണ്. AC യുടെ ഡ്രെയിനേജ് ഈ പാർട്ടീഷൻ്റെ
ഈ ഒരു ലീവറിലൂടെയാണ് പോകുന്നത്. ഇതൊരു യുണീക്ക് എലമെൻ്റ് ആണ്. അതേപോലെ കേർട്ടൻസിലൊരു പ്രത്യേകതയുണ്ട്. ഫിക്സ്ചേഴ്സ് കാണാത്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സീലിംഗിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ലൈറ്റ് ഫിക്സ്ചറും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് നിന്ന് നമ്മുടെ സ്ലൈഡിങ് ഡോർസ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേഷ്യയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഭാഗമാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരു ഫാമിലി ഗാദറിങ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗാദറിങ്ങിനൊക്കെ പറ്റിയ ഒരു വളരെ നല്ലൊരു സ്പേസ് ആയിട്ട് ആ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു ഓപ്പൺ കിച്ചൺ കം ഡൈനിങ് സ്പേസ് ആണ് ഈ വീട്ടിലുള്ളത്. ഫ്രണ്ടിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ കിച്ചണിനുണ്ട്. ഈ സ്റ്റോറേജ് ഏരിയ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഇവിടെ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ സ്റ്റോറേജ് ക്യാബിനറ്റ്സിന് ഹാൻഡിൽസ് ഇല്ല. ഇതൊരു യുണീക്ക് ഫീച്ചറാണ്. അതേപോലെ ബാക്ക് സ്പ്ലാഷിന് മോക്ക കളർഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിൻ്റെ നടുക്കായിട്ട് ഒരു മെസനിൻ ഫ്ലോർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒരു അപ്പർ ലിവിങ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാർ പോർച്ചിൻ്റെ മുകളിലുള്ള സ്പേസാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ക്ലയൻറ്റിൻ്റെ ഒരു 6x4 ഓയിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്ന കണ്ണൂരിലെ ഫേമസ് പെയിൻറ്ററായ രാജീവൻ മാസ്റ്ററാണ്. ഇത് ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് കൂടെയായിരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് വാളിന് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ മെയിനായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് റൂം, 2 ബെഡ്റൂംസ്, ഒരു ബാൽക്കണിയാണുള്ളത്. സീലിങ്ങിൻ്റെ കോർണേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് ഫിക്ചേഴ്സാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ കൺവേർട്ടബിൾ എൻ്റർടൈൻമെൻറ്റ് റൂം വിത്ത് ഹോം തിയേറ്റർ സിസ്റ്റം. ഇവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഹോം തിയേറ്റർ സിസ്റ്റമാണ് വെച്ചിട്ടുള്ളത്. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ഹോം തിയേറ്ററായിട്ട് യൂസ് ചെയ്യാം. തുറന്നു കഴിഞ്ഞാൽ ഇതൊരു ലിവിങ് ഏരിയ ആയിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഈ വാൾസിനെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു വാൾ പാനലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. മൂന്ന് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിലുള്ളത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. 250 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേഷ്യസ് മാസ്റ്റർ ബെഡ്റൂമാണിത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയയിൽ ഒരു ലൈഫ് സൈസ് മിററും കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഓപ്പൺ സ്റ്റൈലിലാണ് മാസ്റ്റർ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാൾസിന് ഗ്ലാസ് ഡോർസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രൈവസിക്ക് വേണ്ടി കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ കോർണർ വിൻഡോസ് ഉണ്ട്, ലൈഫ് സൈസ് കോർണർ വിൻഡോസ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മ്യൂട്ടഡ് കളേഴ്സാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഓഫ് വൈറ്റ്, ഗ്രേ. സീലിംഗ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഒരു ബ്യൂട്ടിഫുൾ ലൈറ്റ് ഫിക്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റൂമുകൾ പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പാരൻ്റ് റൂം, ഒരു മെയ്ഡ് റൂം, അത്ര മാത്രമേ ഉള്ളൂ ബെഡ്റൂംസ്. ബാക്കി 2 ബെഡ്റൂംസും ഫസ്റ്റ് ഫ്ലോറിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലുള്ളത് പിന്നെ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച് ചെയ്തുകൊണ്ട് മാസ്റ്റർ ബാത്റൂം, മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു ചെറിയൊരു ബാൽക്കണി, ഗ്ലാസ് ഫ്ലോറോടുകൂടി. അത് നമുക്ക് പേഷ്യയിലേക്കും ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഒരു ബാൽക്കണി ഉണ്ട്. ഞാൻ റിട്ടയർ ആകുന്നപ്പോഴത്തേക്ക് ഒരു നല്ല വീടുണ്ടാക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ അതും ഞാൻ തന്നെ, നമ്മൾ ജനിച്ച് വളർന്നിട്ട് നമ്മൾ കളിച്ച് കിടന്ന് നമ്മളെ നാട്ടിൽ തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുപ്രകാരമാണ് ഞാൻ ഈ ലൊക്കേഷൻ തന്നെ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ 2 സിസ്റ്റേഴ്സിൻ്റെ വീട്, എൻ്റെ ബ്രദേഴ്സിൻ്റെ വീടൊക്കെ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു നല്ലൊരു എലിവേഷന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഞാൻ വളരെ ആകസ്മികമായിട്ട് നമ്മുടെ ഡിസൈനർ അമീഷിനെ കണ്ടത്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു. ഒരുപാട് എലിവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്കൊരു വെറൈറ്റി എലിവേഷൻ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അമീഷ് ഇത്തരത്തിലുള്ള ഒരു എലിവേഷൻ സജസ്റ്റ് ചെയ്തത്. അത് ഒറ്റ നോട്ടം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിനെ പറ്റിയിട്ട്, അപ്പോൾ ഇൻറ്റീരിയേഴ്സൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് 2 to 3 months കൊണ്ട് തന്നെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബെഡ്റൂംസ് കുറച്ച്, പിന്നെ സിറ്റിംഗ് ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഫ്ലൂയിഡിക് ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഒരു സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ ബിക്കോസ് ഒത്തിരി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈൻ എടുത്താൽ ആ വീടിനൊരു ഹോംലി ഫീൽ കിട്ടത്തില്ല. അതേപോലെ ഫ്ലൂയിഡിക് ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ അതിന് വേണ്ടിയ മെറ്റീരിയൽസും സ്കിൽഡ് വർക്ക്മാൻഷിപ്പും ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്താണ് ഇന്നത്തെ വീട് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ക്രാഫ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.